നമ്മൾ ഫിഫ്ത്ത് ഗിയറിലോട്ട് ഇട്ടു. ഫിഫ്ത്തിൻ്റെ നേരെ താഴോട്ട് വന്നാൽ ഒരു കാരണവശാലും റിവേഴ്സ് വീഴത്തില്ല. കണ്ടോ, ഞാൻ ഫോർത്ത് ഗിയർ വരെ ഓടിക്കത്തുള്ളൂ, ഒരു കാരണവശാലും ഫിഫ്ത്ത് എടുത്തില്ല. എൻ്റെ വാഹനത്തിന് കംപ്ലയിൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ 100% ഞാൻ ഉറപ്പിച്ച് പറയാം, ഫിഫ്ത്ത് ഗിയർ ഇടാൻ എനിക്ക് പേടിയാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അഞ്ചാമത്തെ ഗിയർ ഇടാൻ എനിക്ക് പേടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ പറഞ്ഞൊരു പ്രോബ്ലം കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫോർത്ത് ഗിയർ വരെ സ്മൂത്തായിട്ട് ഇടാൻ ശ്രമിക്കും. പലരും ഫോർത്ത് ഗിയർ വരെ സ്മൂത്തായിട്ട് ഇടാൻ ശ്രമിക്കും, ഫിഫ്ത്ത് ഗിയറിലോട്ട് ഇടാൻ പേടിയാണ്. എന്നാൽ ചിലർ പറയുന്ന കേസ് എന്താ, അല്ലെങ്കിൽ എന്താണ് ഒരു പേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരിച്ച് ഡൗൺ ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ഗിയർ വീഴുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്ന് പറയും. അതായത് ഫിഫ്ത്തിൻ്റെ തൊട്ട് താഴെയാണ് റിവേഴ്സ് വരുന്നത്, നേരെ ഇത് റിവേഴ്സ് വീഴുമോ എന്നുള്ളൊരു പേടി. അതായത് ഇപ്പം നമ്മൾ ഫിഫ്ത്ത് ഗിയറിലോട്ട് ഇട്ടു, ഫിഫ്ത്തിൻ്റെ നേരെ താഴോട്ട് വന്നാൽ ഒരു കാരണവശാലും റിവേഴ്സ് വീഴത്തില്ല. കണ്ടോ, ഫിഫ്ത്ത് തന്നെയാണ്, റിവേഴ്സ് വീഴില്ല. ഇങ്ങനെ ഇട്ടാൽ മാത്രം വീഴത്തുള്ളൂ. ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയറാണ് ഇട്ടിരിക്കുന്നത്, ഫസ്റ്റിൻ്റെ നേരെ താഴോട്ടിട്ട സെക്കൻഡ്. തേർഡ് ഗിയറാണ്, തേർഡിന് നേരെ താഴോട്ടിട്ട ഫോർത്ത്. ഫിഫ്ത്ത് ഗിയറാണ്, ഫിഫ്ത്തിന് നേരെ താഴോട്ട് വീടില്ല. മനസ്സിലാക്കിക്കോണം, നേരെ താഴോട്ട് വീടില്ല. ഇനി അഥവാ നിങ്ങൾ ന്യൂട്രലിൽ നിന്ന് റിവേഴ്സ് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീഴത്തില്ല. കാരണം പല്ലൊരേന്ന് ഒച്ച കേൾക്കും, അത് കേൾക്കുമ്പോഴേ നിങ്ങൾ ഇടത്തില്ല. ഇനി ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം പറയാം. ഒരു കാരണവശാലും ഫിഫ്ത്ത് ഗിയർ ഇടാതെ യാത്ര ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. അതായത് നല്ലൊരു വഴി കൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണ്, ഏകദേശം ഒരു 45 കിലോമീറ്റർ സ്പീഡിന് മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫിഫ്ത്ത് ഗിയർ ഇടണം. എന്നാലേ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി ഫോർത്ത് ഗിയറിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഫിഫ്ത്ത് ഇടാറേ ഇല്ല, പക്ഷേ എനിക്ക് മൈലേജും വേണ്ട, എനിക്ക് ഫോർത്ത് ഗിയറിൽ പോയാൽ മതി, അങ്ങനെ ഓടിച്ചാൽ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലയിൻറ്റും വരത്തില്ല. അതായത് നിങ്ങൾക്ക് ഫോർത്ത് ഗിയർ വരെ ഓടിച്ചാൽ മതി. അതായത് ഞാൻ ഫോർത്ത് ഗിയർ വരെ ഓടിക്കത്തുള്ളൂ, ഒരു കാരണവശാലും ഫിഫ്ത്ത് എടുത്തില്ല, എൻ്റെ വാഹനത്തിന് കംപ്ലയിൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ 100% ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു കംപ്ലയിൻറ്റും വരില്ല. നിങ്ങൾക്ക് കുറച്ച് ഫ്യൂൽ ലോസ് അവിടെ ഉണ്ടാകും. കാരണം നമുക്കറിയാം, നമുക്ക് ഏകദേശം ഒരു 45 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ 2500 RPM ആ റേഞ്ചോളം ഫോർത്ത് ഗിയറിൽ നമുക്ക് വരുന്നുണ്ട്. ഓരോ വാഹനത്തിനും, 4 സിലിണ്ടർ വാഹനത്തിനും 3 സിലിണ്ടർ വാഹനത്തിനും ഈ പറഞ്ഞൊരു RPM ഡിഫറൻസ് വരും. അപ്പം അങ്ങനെ ഒരു RPM കൂടുതൽ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ കൂടുതൽ ഫ്യൂവൽ അവിടെ ബേൺ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പേടിക്കേണ്ട കേസോ കാര്യങ്ങളോ ഒന്നും അവിടെ വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഫോർത്ത് ഗിയറിലേ പോകത്തുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ പോയാൽ മതി. പക്ഷേ ഫിഫ്ത്ത് ഇടാൻ പേടിയുള്ളൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഫിഫ്ത്ത് ഗിയർ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇടാൻ സാധിക്കും. അത് ഇടുന്നുള്ളതുകൊണ്ട് വേറെ ഒരു പ്രശ്നവും വരത്തില്ല. റിവേഴ്സിലോട്ട് വീഴും എന്നുള്ളൊരു പേടി കൊണ്ടാണ് നിങ്ങൾ ഇടാതിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ പേടിക്കേണ്ട. ഒരിക്കലും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിവേഴ്സ് ഗിയർ വീഴത്തില്ല, 100% ഉറപ്പിക്കാം. അപ്പോൾ ഇനി ആ ഒരു പേടി വേണ്ട, ധൈര്യമായിട്ട് ഫോർത്തിൽ നിന്നും ഫിഫ്ത്തിലോട്ടും. ഇനി അത് ഡൗൺ ചെയ്യുന്ന രീതിയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇനി ഫിഫ്ത്തിലോട്ട് ഇട്ടതിന് ശേഷം ഇനി ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെൻഷനൊന്നും വേണ്ട, നേരെ ഇത് താഴോട്ട് തട്ടുക, ന്യൂട്രൽ ഒന്നുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഫോർത്ത്. ഇതെല്ലാം ക്ലച്ച് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക, അത് മാത്രം മറക്കാതിരുന്നാൽ അത്. ബാക്കിയെല്ലാം ആസ് ഇറ്റ് ഈസ് സെയിം പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്യുക.